ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 16 ബൈബിൾ ക്വിസ്. യേശു ഇതെല്ലാം ശിഷ്യന്മാരോട് സംസാരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഇടറിപ്പോകാതിരിപ്പാൻ. യഹൂദന്മാർ തന്നെയോ പിതാവിനെയോ അറിയായ്ക കൊണ്ട് അവർ എന്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് യേശു പ്രവചിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും, നിങ്ങളെ കൊല്ലും. യേശുവിന്റെ ശിഷ്യന്മാരെ പള്ളിഭ്രഷ്ടർ ആക്കി അവരെ കൊല്ലുന്നവൻ എല്ലാം എങ്ങനെ വിചാരിക്കുന്ന നാഴിക വരുന്നു. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഭാവിയിലെ പീഡനത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന്റെ നാഴിക വരുമ്പോൾ യേശു അത് അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ ഓർക്കേണ്ടതിന്. യേശു താൻ അയച്ചവന്റെ അടുക്കൽ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്. നീ എവിടെ പോകുന്നു എന്ന് ശിഷ്യന്മാർ ആരും തന്നോട് ചോദിക്കുന്നില്ല. യേശു താൻ അയച്ചവന്റെ അടുക്കൽ പോകുന്നതിനെ കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അവരുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ ആരെ നിങ്ങളുടെ അടുക്കൽ അയക്കും? കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വന്ന് ലോകത്തിന് ബോധ്യം വരുത്തുന്നത് എന്തിനെക്കുറിച്ചാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. കാര്യസ്ഥൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആർക്കാണ് ബോധം വരുത്തുക? ലോകത്തിന്. കാര്യസ്ഥൻ വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത് എന്തുകൊണ്ട്? അവർ യേശുവിൽ വിശ്വസിക്കായ്ക കൊണ്ട്. കാര്യസ്ഥൻ വന്ന് ലോകത്തിന് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നത് എന്തുകൊണ്ട്? യേശു പിതാവിന്റെ അടുക്കൽ പോകുകയും ശിഷ്യന്മാർ ഇനി യേശുവിനെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. കാര്യസ്ഥൻ വന്ന് ലോകത്തിന് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നത് എന്തുകൊണ്ട്? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട്. പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപ് യേശുവിന് ശിഷ്യന്മാരോട് ഇനിയും വളരെ പറവാനുണ്ട്, എന്നാൽ അതിന് കഴിയാതെ പോയത് എന്തുകൊണ്ട്? അവർക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ലാത്തതുകൊണ്ട്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ ശിഷ്യന്മാരെ എന്തിലേക്ക് വഴി നടത്തും? സകല സത്യത്തിലും വഴി നടത്തും. ആത്മാവ് സ്വയമായി സംസാരിക്കാതെ ശിഷ്യന്മാരോട് എന്ത് സംസാരിക്കുകയും അറിയിച്ചു തരികയും ചെയ്യും. താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് ശിഷ്യന്മാർക്ക് അറിയിച്ചു തരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് ആരുടേതിൽ നിന്ന് എടുത്ത് ശിഷ്യന്മാരെ അറിയിച്ചു തരും? യേശുവിനുള്ളതിൽ നിന്ന് എടുത്ത് അവർക്ക് അറിയിച്ചു തരും. കാര്യസ്ഥൻ തനിക്കുള്ളതിൽ നിന്ന് എടുത്ത് ശിഷ്യന്മാർക്ക് അറിയിച്ചു തരും എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട്? പിതാവിനുള്ളൊക്കെ തനിക്കുള്ളത് ആയതുകൊണ്ട്.
ശിഷ്യന്മാർ യേശുവിനെ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് കാണുകയില്ല. പിന്നെയും കുറഞ്ഞോ കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? അവർ തന്നെ കാണും. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും എന്ന യേശുവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശിഷ്യന്മാർ എന്തു പറഞ്ഞു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്ന് അവർ പറഞ്ഞു. ലോകം സന്തോഷിക്കുമ്പോൾ അവർ എന്തു ചെയ്യുമെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ കരഞ്ഞു വിലപിക്കും, അവർ ദുഃഖിക്കും. എന്നാൽ അവരുടെ ദുഃഖം എന്തായി തീരുമെന്ന് യേശു പറഞ്ഞു. അവരുടെ ദുഃഖം സന്തോഷമായി തീരും. അവരുടെ ദുഃഖം സന്തോഷമായി തീരും എന്ന് മനസ്സിലാക്കാൻ യേശു എന്ത് ഉദാഹരണമാണ് പറഞ്ഞത്? സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ശിഷ്യന്മാർക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും എപ്പോഴാണ് അവരുടെ ഹൃദയം സന്തോഷിക്കുന്നത്? യേശു പിന്നെയും അവരെ കാണുമ്പോൾ. യേശു പിന്നെയും അവരെ കാണുമ്പോൾ ആരും അവരിൽ നിന്ന് എടുത്തു കളയാത്തതെന്താണ്? അവരുടെ സന്തോഷം. യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? അവർ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ തന്റെ നാമത്തിൽ അവർക്ക് തരും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ. എന്നാൽ എന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. യേശു തന്റെ പിതാവിനെ സംബന്ധിച്ച് സദൃശ്യമായി സംസാരിക്കാതെ എന്ത് നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു? സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. നമ്മൾ യേശുവിനെ സ്നേഹിക്കുകയും യേശു ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിനാൽ പിതാവ് എന്താണ് ചെയ്യുന്നത്? പിതാവ് താനും അവരെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് എങ്ങോട്ട് പോകുന്നു എന്നാണ് യേശു പറയുന്നത്. ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു എങ്ങനെ സംസാരിക്കുന്നു എന്നാണ് അവന്റെ ശിഷ്യന്മാർ പറഞ്ഞത്. ഇപ്പോൾ നീ സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. യേശു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് ശിഷ്യന്മാർ വിശ്വസിക്കാൻ ഇടയാക്കിയത് എന്താണ്? യേശു സകലവും അറിയുന്നുവെന്നും ആരും തന്നോട് ചോദിപ്പാൻ തനിക്ക് ആവശ്യം ഇല്ല എന്നും തങ്ങൾ ഇപ്പോൾ അറിയുന്നതുകൊണ്ട്. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു അവരോട് ചോദിച്ചതെന്ത്? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ശേഷം ശിഷ്യന്മാർ എന്തു ചെയ്യും എന്നാണ് യേശു പ്രവചിച്ചത്?
നിങ്ങൾ ഓരോരുത്തൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. തന്റെ ശിഷ്യന്മാർ ചിതറിപ്പോകുമ്പോൾ താൻ ഏകനായിരിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. ആരായിരിക്കും തന്നോടൊപ്പം ഉണ്ടായിരിക്കുക? പിതാവ്. ഈ ലോകത്തിൽ ശിഷ്യന്മാർക്ക് എന്താണുള്ളത് എന്ന് യേശു പറഞ്ഞു. ഈ ലോകത്തിൽ അവർക്ക് കഷ്ടം ഉണ്ട്. ഈ ലോകത്തിൽ അവർക്ക് കഷ്ടമുണ്ട് എങ്കിലും ശിഷ്യന്മാർ എന്തു ചെയ്യണമെന്ന് യേശു ആഗ്രഹിച്ചു. എങ്കിലും അവർ ധൈര്യപ്പെടണം. യേശു ലോകത്തിന് പ്രഖ്യാപിക്കുന്ന അന്തിമ വിജയം എന്താണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.